രാജു പി നായർ, ഇപ്പോൾ പോളിംഗ് ശതമാനം കൂടുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, 2021 75.75% അവസാനത്തെ കണക്ക്. ഇപ്പോൾ നിലവിൽ അത് 75.01 എന്നുള്ളതാണ് ഇപ്പോഴുള്ള കണക്ക്. അതിപ്പോൾ അവസാന കണക്കല്ലല്ലോ, അത് 80 കടക്കാനുള്ള സാധ്യത. അങ്ങനെയെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമാണ് 80 കടക്കുന്ന രൂപത്തിലേക്ക്, അല്ലെ? 87 ശേഷമുള്ള ഒരു കണക്കാണ് ഈ 80 കഴിഞ്ഞുള്ള കണക്ക്. അത് എന്തെങ്കിലും പ്രത്യേക സൂചനയായി നിങ്ങൾ കരുതുന്നുണ്ടോ? ഇവിടെ ഒരു തരംഗമുണ്ടായി, ഭരണവിരുദ്ധ തരംഗമുണ്ടായി എന്ന അവകാശവാദം ഈ മണിക്കൂറിൽ, പോളിംഗ് കഴിഞ്ഞ ഈ മണിക്കൂറിൽ നിങ്ങൾക്കുണ്ടോ? ഭരണവിരുദ്ധ തരംഗം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഈ പോളിംഗ് ശതമാനത്തിന്റെ വർധനവ് വെച്ചുകൊണ്ട് ഞാനത് പറയാൻ തയ്യാറല്ല. കാരണം പോളിംഗ് ശതമാനം ഒരു 85% മേലെ പോയെങ്കിൽ മാത്രമേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വോട്ടർ ടേൺ ഔട്ട് കൂടിയെന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം ഓരോ നിയോജക മണ്ഡലത്തിലും SIR പ്രക്രിയ നടന്നതിന് ശേഷം മരണപ്പെട്ടവരും സ്ഥലത്ത് താമസമില്ലാത്തവരുമായിട്ടുള്ള ഒട്ടേറെ പേർ നീക്കം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലം തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,13,000-അടുത്ത് വോട്ടുകൾ ഉണ്ടായിരുന്ന നിയോജകമണ്ഡലമാണ്. പക്ഷേ ഇപ്രാവശ്യം അത് 1.84. അപ്പോൾ നമ്മൾ 75% എന്ന് പറയുമ്പോൾ 2,14,000-ന്റെ 75%, അതുപോലെ തന്നെ 1,84,000-ന്റെ 85% വെച്ച് നോക്കുമ്പോൾ ഏകദേശം സമാനമായിട്ട് നിൽക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അത് കണക്ക് കൃത്യമായിട്ട് നമ്മളത് പഠിച്ചെങ്കിൽ മാത്രം മനസ്സിലാവുള്ളൂ. പക്ഷേ ഒരു പ്രാഥമികമായ എൻ്റെ വിലയിരുത്തൽ വെച്ചുകൊണ്ട് ഒരു 8 മുതൽ 10% വരെ ഒരു ലിവറേജ്, ഒരു വർധനവ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. കാരണം മരിച്ചവരും ഒക്കെ ആയിട്ടുള്ള വോട്ടുകൾ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചതോടുകൂടി അതിനകത്ത് കണ്ടമാനം വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കൂടി എന്നുള്ള ഒരു പ്രചരണം ഇപ്പോൾ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല. കാരണം അതിനകത്ത് ആ വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്. തരംഗം ഒരു സംശയവും വേണ്ട. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2021 വോട്ടർ ലിസ്റ്റ് വെച്ച് തന്നെയായിരുന്നല്ലോ. അവിടെ ഒരു തരംഗം കൃത്യമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് താഞ്ഞടിച്ചുകൊണ്ടാണല്ലോ 20 ലോക്സഭാ മണ്ഡലങ്ങൾ, 18 ലോക്സഭാ മണ്ഡലങ്ങൾ ഞങ്ങൾ ജയിച്ചത്. അപ്പം 18 ലോക്സഭാ മണ്ഡലം, അപ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം വരുത്തേക്കാം, അങ്ങനെയാണെങ്കിൽ 2019 19 ജയിച്ചിട്ട് 2021 നിങ്ങൾ തോറ്റില്ലേ എന്ന് ചോദിച്ചേക്കാം. പക്ഷെ 2021 മുമ്പ് ഉള്ള ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ സാഹചര്യമല്ല 2021 ശേഷം. ഒന്ന്, ഈ ഇപ്പോൾ അരുൺകുമാർ ഇവിടെ സൂചിപ്പിച്ചതല്ല, പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ആണെന്നുള്ള ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഞങ്ങൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇത്രയും ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഞങ്ങളുടെ വാദങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുമാത്രമല്ല, രണ്ടാമതൊന്ന്, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഇന്ന് RSSനേക്കാൾ ഭയക്കുന്ന ഒരു നേതാവ് പിണറായി വിജയനായിട്ട് മാറിയിരിക്കുകയാണ്. BJPയോട് പരസ്യമായ സന്ധി CPM-നുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി, LDF-ന്റെ ഒരു സ്ഥാനാർത്ഥി, BJPയുടെ ഒരു സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. ആലോചിച്ച് നോക്കുക. ഈ തെരഞ്ഞെടുപ്പ് ദിവസം BJPയുടെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അത് അബദ്ധമാണെന്നൊന്നും കരുതരുത്, ഒരിക്കലും അബദ്ധമല്ല. പിന്നെ BJPയുടെ പല നേതാക്കന്മാരും നമ്മുടെ ചർച്ചകൾ തന്നെ, ഞാനിപ്പോൾ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പല ആൾക്കാരും ഇനിയിപ്പോൾ ചർച്ചകളിലൊന്നും പങ്കെടുക്കാത്ത നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് TP സെൻകുമാർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ BJPക്ക് വോട്ട് ചെയ്യണം, CPM-ന് വോട്ട് ചെയ്യണം എന്നുള്ള നിലപാടെടുത്തിട്ടുള്ളവരാണ്. മാത്രമല്ല, CPM കഴിഞ്ഞ 5 വർഷകാലമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് RSSന്റെ അതേ നാവായി മാറുകയാണ്. പേര് നോക്കി മതം തീരുമാനിച്ചുകൊണ്ട് അവർ വർഗീയവാദികളെന്ന് പറയുന്ന RSSന്റെ രാഷ്ട്രീയം കേരളത്തിൽ പറഞ്ഞത് സജി ചെറിയാനാണ്. മനസ്സിലായില്ലേ? മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല ഭീകരവാദികളുടെ പ്രദേശമാണെന്ന് RSS രാജ്യത്ത് മുഴുവൻ ഉണ്ടാക്കുന്ന ആഖ്യാനം കേരളത്തിൽ പറഞ്ഞത് പിണറായി വിജയനാണ്. അപ്പോൾ RSSന്റെ നാവായിട്ട് ഇപ്പൊ ഗുജറാത്തിൽ അഹമ്മദ് പട്ടേൽ ജയിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന്റെ നയം നടപ്പിലാക്കുന്നു പറഞ്ഞ നരേന്ദ്രമോദി ആണെങ്കിൽ കേരളത്തിൽ അത് പറഞ്ഞത് AK ബാലനാണ്. ജമാഅത്തെ ഇസ്ലാമി വന്നാൽ, UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര കൈകാര്യം. അപ്പോൾ RSSന്റെ നാവായിട്ടാണ് CPM കഴിഞ്ഞ കുറെ നാളായിട്ട് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും മതേതര വോട്ടുകൾ ഇനി LDF-നൊപ്പം ഉണ്ടാവില്ല. ആ മതേതര വോട്ടുകൾ കൂട്ടമായിട്ട് കോൺഗ്രസിലേക്ക് വരികയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടമായിട്ട് കോൺഗ്രസിലേക്കും UDF-ലേക്കും വരും. തീർച്ചയായിട്ടും 2021 ആത്മവിശ്വാസം. ഞാൻ വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.